ചെയ്യാൻ കുറച്ച് പാടാണ്. കാരണം നല്ലൊരു മെൻറ്ററിനെ അസൈൻ ചെയ്യണം, ഒരു പുതിയ എംപ്ലോയിനെ ഓൺബോർഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് ചെയ്യണം. ID കാർഡ്, ലാപ്ടോപ്പ് എല്ലാം ഇഷ്യൂ ചെയ്യണം. അപ്പം ഈ മോന് ഏകദേശം 60 മുതൽ 80 കമ്പനികളിൽ അപ്ലൈ ചെയ്തു. അതും നമ്മൾ അറിയുന്ന ആൾക്കാരുടെ റെഫറൻസൊക്കെ വെച്ചാണ് അപ്ലൈ ചെയ്തത്. എന്നിട്ട് നമുക്ക് എല്ലായിടത്തും റിജക്ഷനാണ് വന്നിരുന്നത്. ആ സമയത്താണ് ഞാനിവിടെ മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഉടമ്പടി പുതുക്കാനായിട്ട് വരുന്നത്. ആ സമയത്ത് ഞാൻ ഇവിടെ ഈ ഒരു നിയോഗം വെച്ചിരുന്നു. എനിക്ക് മാതാവ് ഒരു March 29 എന്നുള്ള ഒരു ഡേറ്റും കാണിച്ചു തന്നു. അപ്പം എനിക്ക് ശരിക്കും 2-3 മാസമായിട്ട് മോൻ ട്രൈ ചെയ്യുകയാണ്, എന്നിട്ട് കിട്ടുന്നില്ല. അപ്പോഴേ ഈ 2 ആഴ്ചയും കൊണ്ട് എങ്ങനെ കിട്ടും എന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു. ഏകദേശം നെക്സ്റ്റ് വീക്കിൽ ഇവരുടെ ക്യാമ്പസിൽ വിസിറ്റ് ചെയ്യുന്ന HR മാനേജറിൻ്റെ ഒരു കോണ്ടാക്റ്റ് കിട്ടുകയാണ്. അത് കിട്ടിയപ്പം മോൻ കോണ്ടാക്ട് ചെയ്തപ്പം HR മാനേജർ പറഞ്ഞത്, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു AI ഇൻറ്റേൺ പോസ്റ്റ് എന്നൊരു പോസ്റ്റ് ഇല്ല, പക്ഷേ വി വിൽ ക്രിയേറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ യു എന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് മാതാവ് തന്ന ഈശോയ്ക്കൂടെ മാതാവ് തന്ന ഓപ്പർച്യൂണിറ്റി ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇവിടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുള്ളതാണ്, മാതാവ് ജോലി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു, പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഏകദേശം March 29 മുമ്പ് തന്നെ എല്ലാ ടെക്നിക്കൽ ഇൻ്റർവ്യൂവും HR ഇൻ്റർവ്യൂ ഒക്കെ ഫിനിഷ് ചെയ്ത് മോന് കമ്പനിയിൽ കയറാൻ പറ്റി. ഇനി ഞാൻ അവന്